സൂര്യ കുമരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് മലപ്പുറം ചങ്ങരംകുളം DRS നോളജ് സിറ്റിയാണ്. ഇറ്റ്സ് എ ലിറ്ററലി നോളജ് സിറ്റി. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് കഴിവുള്ള കലാകാരന്മാരും കലാകാരികളുമുള്ള ഒരു കോളേജ് കൂടിയാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ എപ്പിസോഡ് കാണാൻ മനസ്സിലാകും. കുട്ടികളുടെ വെയിറ്റിംഗ് ആണ്. കം ഓൺ. കല്യാണരാമൻ ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു മൂവിയാണ്. ആ മൂവിയിൽ ഈ ദിലീപും നവ്യ നായരും തമ്മിലുള്ളൊരു സീക്വൻസ് ഉണ്ട്. ദിലീപ് പറയുന്നുണ്ട്, അതായത് കുഞ്ഞിൻ്റെ ജനനം, ബർത്ത്ഡേ, ഇനി വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണുപോയാൽ അതിൻ്റെ പാർട്ടി, ശ്രാദ്ധം, ഇങ്ങനെ തുടങ്ങി എല്ലാ പണികളും ഇവരെ ഏറ്റെടുക്കും, എല്ലാ കൊട്ടേഷനും ഏറ്റെടുക്കും. അങ്ങനത്തെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റാണ് ഞങ്ങൾ. അപ്പോൾ ചോദിക്കും, ഈ പെണ്ണിൻ്റെ അച്ഛൻ എന്ത് ചോദിക്കും, അതിനെ കുടിപ്പിച്ച് വരെ അങ്ങ് കിടത്തും. അപ്പോൾ ഇങ്ങനെ രസകരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവരത് എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. അതാണ്ട് സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഇത് വേണം അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ട് വരാം. DRS നോളജ് സിറ്റി, ചങ്ങരംകുളം, മലപ്പുറം. അവിടുത്തെ കുട്ടികളാണ്. ഞാൻ പറയുമ്പോഴും അവർ കൈയടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അത്ര എനർജറ്റിക്കാണ് അവർ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരാളെ വിളിക്കുകയാണ്. നിധ ആരാണ്? വരൂ. ഹലോ. ഹായ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല സുഖം. എവിടെയാണ് നാട്? വടകരയാണ്. വടകര ഒരു പാട്ടുകാരനല്ലേ, നെഞ്ചിനുള്ളിൽ നീയാണ്, അദ്ദേഹം ഉണ്ടല്ലോ എപ്പോഴും. അല്ല, മീൻസ് പാട്ട് ലൈവായിട്ട് ഉണ്ടല്ലോ. കഥ എന്താണെന്നറിയല്ലേ? അപ്പം അതിനു മുന്നേ 2 വരി പാട്ട് നിതയുടെ. അങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം. അത് ഏതുമാകാം, മാപ്പിളപ്പാട്ടാകാം, എന്തുമാകാം. യെസ്, എന്നാലും താജുഖാന്റെ പാട്ട് തന്നെ പാടാം. ഓക്കെ. സ്വന്തം നാട്ടുകാരിയാണല്ലോ. അഴകേ നീ ആകാശക്കോണിൽ ഒളിച്ചാലും താരമായി ഞാൻ എത്തും നിൻചാരേ. അഴകേ നീ ആകാശക്കോണിൽ ഒളിച്ചാലും താരമായി ഞാൻ എത്തും നിൻചാരേ. എൻ്റെ കൽബിൽ നീയാണ്, നിന്റെ ഹൃദയം എനിക്കാണ്, എന്നെ വിട്ട് പോകാതെ ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്. അറിയില്ല. അയ്യോ, അപ്പം നമുക്ക് തുടങ്ങിയാലോ? റെഡി? മൈക്ക് കൈ വേണോ അതോ? റെഡി, 1 2 3 ആക്ഷൻ. തമ്പി സാർ പലവട്ടം പറഞ്ഞതാ. തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. കഴിച്ചില്ലെങ്കിൽ ഞാൻ സദ്യക്ക് പായസം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പാവ അദ്ദേഹം കഴിച്ചത്. അത് ശരി. അപ്പോൾ കള്ളുടിപ്പിക്കാനാണോ വന്നത്? പെണ്ണിന്റെ അച്ഛനോ മണവാള ചെറുക്കനെ വരെ ഞങ്ങൾ കള്ളുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞിന്റെ ജനനം, 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് അത് കണ്ണുപോയി അതിന്റെ പാർട്ടി. നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, പൊട്ടന് ലാട്ടറി അടിച്ചെന്നാക്ക. ഇതാണ് എന്നെ കഥ. 16 അടിയന്തരം, ശ്രാദ്ധം, ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. കാക്കയുടെ കരച്ചിലായിരുന്നു എന്റെ കറക്റ്റായിട്ട് വന്നത്. മിമിക്രി പഠിക്കുന്നുണ്ടല്ലേ? അങ്ങനെ ഒരു മനുഷ്യന്റെ ആയുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാണരാമൻ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, ആ ചെക്കനെയും പെണ്ണിനെ കൂടെ അവർക്കുള്ള ഒരു ആലോചന നടത്തും. ഏർപ്പാടാക്കി തരാം, ഞാൻ റെഡി. ഇതൊക്കെ എന്ത്? ഹലോ. ഹായ്. എന്താണ് പേര്? നസീറ. നസീറ ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? DRIT. നാട് എവിടെയാണ്? കുന്നംകുളം. DRIT എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ റേഡിയോളജി. ഓക്കെ. റെഡി, ആക്ഷൻ. തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് പായസം വിളമ്പില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പാവ അദ്ദേഹം കഴിച്ചത്. ഇത്ര ലളിതമായിട്ട് പറയരുത് കേട്ടോ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് പായസം വിളമ്പില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പാവ അദ്ദേഹം കഴിച്ചത്. അപ്പൊ പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിച്ചെടുത്തുള്ള പരിപാടിയാണല്ലേ?
പെണ്ണിന്റെ അച്ഛനാ കല്യാണ ചെക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. പിന്നെയാണ് പെണ്ണിന്റെ അച്ഛൻ. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28 ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹ വാർഷികം, 16 അടിയന്തരം, ശാന്തം. എന്താന്ന് പുതിയ വേർഡ്സ് ഒക്കെ വരുന്നത്? ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. ശ്രാദ്ധം. ശ്രാന്തം. ശ്രാദ്ധം. ശ്രാന്തം. ശ്രാവണന്റെ ശ്രാ പറഞ്ഞ. ഓ, വക്കീൽ ഇങ്ങനെ വാദിക്കുവാണെങ്കിൽ എനിക്ക് അടുത്ത കേസ് വിളിക്കാൻ പറ്റില്ല. ശ്രാദ്ധം. ശ്രാന്തം. അതിന് മുമ്പ് ഒരു സാധനമുണ്ട്, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണുപോയ പാർട്ടി, 16 അടിയന്തരം, ശാന്തം. ചൂടാവരുത്, ഏത് നിമിഷവും പ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഒന്ന് പറഞ്ഞു വിടും മോളെ പെട്ടെന്ന്. ശ്രാന്തം. ഓ ഓക്കെ പോട്ട്. ശ്രാന്തം. ക്രാക്രാ. അയ്യോ, അതെന്താണ് ആ സംഭവം? ശ്രാങ്കേ, ഈരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണമല്ലേ? ക്രാക്കർ എന്താ ഉദ്ദേശിച്ചത്? മറ്റേ മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം, ഇതെല്ലാം നടക്കുന്ന സ്ഥിതിക്ക് ആ പെണ്ണിന്റെയും ചെക്കന്റെയും അവരുടെ ഒരു വിവാഹം അങ്ങനെ എന്തെങ്കിലും നടത്തി കൊടുക്കാൻ പറ്റില്ലേ? പിന്നെ എന്താ ഏർപ്പാടാക്കി തരാൻ തനിക്ക് വേണം, ഞാൻ റെഡി. ഓക്കെ, താങ്ക് യു. കൊള്ളാം, അരങ്ങേറ്റ അസലായി. എന്താണ് പേര്? ഷിനാസ്. ഓക്കെ, ഷിനാസ് എവിടെയാണ് നാട്? അവിടെ ചങ്ങരകുളം ചെയ്യാന്നൂര്. എവിടെ? അവിടെ അടുത്ത് തന്നെ ചെയ്യാന്നൂര്. ഓക്കെ, ഇവിടെ ഏത് നമ്മൾ പഠിക്കുന്നു? ഞാൻ ലോജിസ്റ്റിക്സ്. ആക്ഷൻ. തമ്പി സാറ് പലവട്ടം പറഞ്ഞതാ, കേട്ടില്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. തമ്പി സാറ് വേണ്ടാന്ന് പലവട്ടം പറഞ്ഞതാ. സദ്യക്ക് പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കഴിച്ചു. പലവട്ടം പറഞ്ഞപ്പോൾ അദ്ദേഹം കഴിച്ചത്. കുറച്ചുകൂടെ വരട്ടെ, എനർജി വരട്ടെ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. പെണ്ണിന്റെ അച്ഛനല്ല, കല്യാണ ചെക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ച് കെടുത്തിട്ടുണ്ട്. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ. അതൊന്ന് അഭിനയിച്ച് പറഞ്ഞു. അത് സംഭവം ഉള്ളിലുണ്ട്, ആ ഒരു പേടി മാറ്റിയാൽ വരും. ജനനം അതിന്റെ അത്യുന്നതങ്ങളിൽ പോകുമ്പോൾ ജനനം, ബർത്ത്ഡേ പാർട്ടി, വിവാഹ വാർഷികം. ഓ, പഠിച്ചില്ലല്ലേ? പറഞ്ഞോളൂ മോളെ. അതിന്റെ വെള്ളമടി. അത് കറക്റ്റായിട്ട് വേറെ അതിന്റെ മുമ്പേ കുറെ സംഭവങ്ങളുണ്ട്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഉറത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഓക്കെ, വാ പറ. വെള്ളമടി അതിന് മുമ്പ് ഉണ്ടായിരുന്നു. പോട്ടെ, എന്നാലും കുഴപ്പമില്ല, വിട്ടേക്കാം. വെള്ളമടിച്ചത് കണ്ണുപോയതിന് അടിയന്തരം. എന്ത് ഈ അടക്കം പറയുന്നത്? ഇച്ചിരി ഉറക്കെ പറ. വെള്ളമടിച്ച് കുറെ നേരം കൊണ്ട് വെള്ളം അടിക്കുന്നു. വേറെ അടുത്ത ഡയലോഗ് പറ. 16 ശ്രാന്തം. അത് വളരെ വിചിത്രമായിരിക്കുന്നു. എന്താണ് ശ്രാദ്ധം? ഏതാണ് ശ്രാദ്ധം? ഓക്കെ. ഇത്രയൊക്കെ റെഡിയാക്കുന്ന ആളാണോ താങ്കൾ? അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനെ ചെക്കനെ കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തൂടെ? അത് കൂടെ നടത്ത്. കൊടുക്കാലോ, ഞാൻ റെഡിയാ. റെഡിയാണോ? എന്നാ ശരി. നേരത്തെ പേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. എന്താണ് പേര്? ഷിഫാന. ഷിഫാന എവിടെയാണ് നാട്? മാറഞ്ചേരി. ഓക്കെ. ഷിഫാന വന്നപ്പോഴേ എനിക്കറിയാം നല്ലൊരു പാട്ടുകാരിയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. തക്ബീറിൻ ധോനി പൊങ്കും മടർക്കല മുഹദിന്റെ തതിപ്പറ്റ തിരുത്താഹ കുഫിർ നടുവിൽ തൊക്കകാരം പിടുത്തടുത്ത ദിക്ഷണം ഇസ്ഹാബുത്തി കുടര നയനമി തന്നിലാക്കി തങ്ക കരമലം വെട്ടി ചൊങ്കൽ കൊടിയിടതേറ്റി റങ്കുള്ളരികരമേനി എങ്കും തുരുതുര വെട്ടി വെട്ടാലെ വീണിട ശോരർ തട്ടിൽ നബി കണ്ടിട തേങ്ങി വെട്ടാലെ വീണിട ശോരർ തട്ടിൽ നബി കണ്ടിട തേങ്ങി മക്കികളിൽ സുഖസുന്ദരൻ ഇന്ന് ഒത്ത കഫൻ പുട പുൽക്കൊടിയല്ലേ മക്കികളിൽ സുഖസുന്ദരൻ ഇന്ന് ഒത്ത കഫൻ പുട പുൽക്കൊടിയല്ലേ. അടിപൊളി കേട്ടോ, സൂപ്പറായിട്ട് പാടിയല്ലേ. സൂപ്പർ. റെഡി, ആക്ഷൻ. തമ്പി സാർ പലവട്ടം പറഞ്ഞതാ കഴിക്കില്ലായിരുന്നു, പക്ഷേ സദ്യക്ക് പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോ പാവ അദ്ദേഹം കഴിച്ചത്. അത് ശരി. അപ്പൊ ഇതാണ് പരിപാടി. പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിച്ച് കിടത്താനാണ് ഇങ്ങോട്ട് വന്നല്ലേ? പെണ്ണിന്റെ അച്ഛനോ? കല്യാണ ചെക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. പിന്നെയല്ലേ പെണ്ണിന്റെ അച്ഛൻ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്.
ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണുപോയ അതിന്റെ പാർട്ടി, 16 16 അതാണ് കേൾക്കേണ്ടത്. ശ്രാദ്ധം സൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യായുസിന്റെ എല്ലാ കോൺട്രാക്റ്റും ഏറ്റെടുക്കും ഈ കല്യാണരാമൻ. കല്യാണരാമൻ അങ്ങനെ ഒരു കാര്യം ചെയ്യും. ആ പെണ്ണിന്റെ ചെക്കൻ്റെ അവരുടെ കല്യാണം കൂടെ റെഡിയാക്കി കൊടുക്കും. ചെക്കൻ വേണോ? ഞാൻ റെഡി. ആണോ? എന്നാ ഓക്കെ. ഇനി ഇവിടെ നിന്നാ എന്റെ ശവം കാണാനുള്ള യോഗം പോലും എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉണ്ടാവില്ല. രക്ഷപ്പെടണം. എന്താണ് പേര്? സേതുലക്ഷ്മി. എവിടെയാ നാട്? ആലപ്പുഴ. ഏതിനാ പഠിക്കുന്നത്? ഡയാലിസിസ് ടെക്നീഷ്യൻ. ആലപ്പുഴ എവിടെയാണ്? ആലപ്പുഴ ചേർത്തല. റെഡി, ക്യാമറ, ആക്ഷൻ. തമ്പിസാർ പലവട്ടം പറഞ്ഞതാ വേണ്ട, അത് കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് പായസം വിളമ്പില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം കഴിച്ച. പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിച്ച് കിടത്തലാണ് നമ്മുടെ ജോലി. പെണ്ണിന്റെ അച്ഛനെയോ മണവാള ചക്കര വരെ ഞങ്ങള് കുടിപ്പിച്ച് കിടത്താറുണ്ട്. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, വിവാഹം, വിവാഹ നിശ്ചയം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണുപോയതിന്റെ പാർട്ടി, എന്തിന് 16 അടിയന്തരം, ശ്രാദ്ധം, അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ചെക്കനെ പെണ്ണിന്റെ അവരെ കൂടെ കാര്യങ്ങൾ റെഡിയാക്ക്. ഏർപ്പാടാക്കിട്ടല്ലോ. തനിക്ക് വേണോ? ഞാൻ റെഡി. ഓക്കെ. നീ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? ഓടിയതല്ല, ജസ്റ്റ് ജീവനും കൊണ്ട് ഓടിയതാ. എന്താ പേര്? ദേവദാസ്. ഓക്കെ. ദേവദാസിന്റെ നാട് എവിടെയാണ്? നിലമ്പൂർ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആക്ടിംഗിലേക്ക് പോകും. ഇവിടെ ഏതിനാ മോൻ പഠിക്കുന്നത്? ഇവിടെ ലോജിസ്റ്റിക്സ്. റെഡി, ആക്ഷൻ. തമ്പി സാർ വേണ്ട എന്ന് പലവട്ടം പറഞ്ഞതാ. സദ്യക്ക് ഞാൻ പായസം വിളമ്പില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം കഴിച്ചത്. പാവ അദ്ദേഹം. അത് ശരി. അപ്പൊ ഇവിടെ വന്നത് പെണ്ണിന്റെ അച്ഛനെ അങ്ങ് കുടിപ്പിച്ച് കിടത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? പെണ്ണിന്റെ അച്ഛനെ കല്യാണ ചെക്കനെ വരെ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇവിടെ ഏത് ഐറ്റം എടുക്കും? ഇന്ന് ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണുപോയ അതിന്റെ പാർട്ടി, പിന്നെ 16 അടിയന്തരം, ശ്രാദ്ധം. എന്റെ പൊന്നു, അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഇത് കൂടെ ആ പെണ്ണിനെ ചെക്കനെ അവരുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്ക്. തനിക്ക് വേണോ? ഞാൻ റെഡി. താനോ? പറ്റത്തില്ല. വളരെ വളരെ ആക്റ്റീവാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. നിർത്താതെ 3 പ്രാവശ്യം പറയണം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. അത് നിർത്താതെ 3 പ്രാവശ്യം സ്പീഡിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല കൈയടി കൊടുക്കണം കേട്ടോ, പറഞ്ഞ് തീരുമ്പോൾ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ബ്ലഡ് പ്രണയോ? അറിയില്ല, നാക്ക് മുടിക്കില്ല, അങ്ങോട്ട് മാറിയുന്നേ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ഒറ്റ പ്രാവശ്യം നല്ലോണം പറഞ്ഞാൽ പോവാം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ഒന്നുകൂടെ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു കൈ കൊടുക്കുക. വേണ്ട, നമ്മൾ തമ്മിൽ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. പോയി പണിയോ പോ. എന്താണ് പേര്? ഷാന നസ്രീൻ. ഓക്കെ. എവിടെയാണ്? നാട് എവിടെയാണ്? കുന്നംകുളത്താണ്. ഓക്കെ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ DRIT. എത്ര ഇയർ ആണ് അതുള്ളത്? ഫസ്റ്റ് ഇയർ. മൊത്തം എത്ര ഇയർ ഉണ്ടത്? 2. തുടങ്ങാം. പാട്ട് പാടുമല്ലേ? പാട്ട് പാടുമെന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞ് പാട്ട് പാടും. ഇല്ല. എന്നാൽ ആക്ടിങ്ങിലേക്ക് പോകും. മൈക്ക് പിടിക്കണോ ഞാൻ? ഓക്കെ. റെഡി, ആക്ഷൻ. തമ്പി സാർ പലവട്ടം പറഞ്ഞതാ, എന്താ അതൊക്കെ മറന്നുപോയി. തമ്പി സാർ പലവട്ടം പറഞ്ഞതാ വേണ്ടാന്ന്. പക്ഷെ സദ്യക്ക് പായസം വിളമ്പൂലെന്ന് പറഞ്ഞ കാരണമാണ് പാവ അദ്ദേഹത്തെ കുടിപ്പിച്ച് കിടത്തിയത്. അത് ശരി. അപ്പൊ പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിക്കുകയാണ് നിങ്ങളുടെ പണി അല്ലേ? പെണ്ണിന്റെ അച്ഛനോ? കല്യാണ ചെക്കനെ വരെ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ. അത് ശരി. എന്നിട്ട് ഒരു കുട്ടിയുടെ ജനനം, 28, വിവാഹം, വിവാഹ വാർഷികം, ബർത്ത്ഡേ, വിവാഹ വാർഷികം, പിന്നെന്താ വെള്ളമടി, പിന്നെ വെള്ളമടിച്ച് കണ്ണ് പോയതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. എന്റെ പൊന്നു, ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു ഭയങ്കര കേമയാണല്ലോ താങ്കള്. അങ്ങനെ ഒരു കാര്യം, ആ പെണ്ണിന്റെ ചെക്കന്റെ കാര്യങ്ങളൊന്നും ഏർപ്പാടാക്കി കൊടുക്കും. ഞാൻ റെഡി. ആണോ? ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? വളരെ ചെറിയ, അതായത് വളരെ സിമ്പിളായിട്ടുള്ള, അത് കേൾക്കുമ്പോൾ അത് തന്നെയാണോ ടങ് ട്വിസ്റ്റർ എന്ന് തോന്നുന്ന രീതിയിലൊരു സാധനം കൊടുക്കാം. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് അത് പറയാനാണ്.
പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പറ്റൂല. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. നമുക്ക് പഠിക്കേണ്ട, നമ്മൾ പഠിക്കാത്തതാണ് ഞാനൊക്കെ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് ഇവൻ കറക്റ്റായിട്ട് പറഞ്ഞു തരും. പറഞ്ഞുവിടാ. ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് നമുക്കിന്ന് പോണ്ടേ? പഠിക്കേണ്ടതായിട്ടുള്ളത്. അയ്യോ പറഞ്ഞോട്. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. ആഹാ അടിപൊളി. ഇപ്പൊ മോളും കറക്റ്റായിട്ട് പറഞ്ഞു. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. സാറ് പേടിച്ചു പോയോ? ഇതൊക്കെ എന്റെ വെറും ആക്ടിങ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? സമ്മതിച്ചിരിക്കും. യെസ്. എന്താണ് പേര്? അഫീഫ. അഫീഫ എവിടെയാണ് നാട്? മലപ്പുറം വെളിയങ്കോട്. ഓക്കെ. ഇവിടെ ഏതിനാ നമ്മൾ പഠിക്കുന്നത്? ഞാൻ MLT ഏത് ഇയറാ? സെക്കൻഡ് ഇയർ. ഓക്കെ. എന്നാൽ ആക്ടിങ്ങിലേക്ക് പോകും അല്ലേ? മൈക്ക് ഞാൻ പിടിക്കണോ അതോ? ആക്ഷൻ. തമ്പി സാർ പലവട്ടം പറഞ്ഞതാ കഴിക്കില്ലെന്ന്. കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് പായസം വിളമ്പില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കഴിച്ചത്. അത് ശരി. അപ്പൊ അദ്ദേഹം പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിച്ച് കിടത്തലാണ് ഇല്ലേ? ഒരു സാധനം പോലും ആൾക്കാർ കാണുന്നില്ല. അവന്മാർക്ക് ചേഞ്ച് വേണം അത്രേ. ആ തണ്ടികൾക്ക് നമുക്ക് ചേഞ്ച് കൊടുക്കാം. പെണ്ണിന്റെ അച്ഛനെ മാത്രമല്ല കുടിപ്പിച്ച് കിടത്തിയത്, കല്യാണ ചെക്കനെ വരെ കുടിപ്പിച്ച് കിടത്തിയത്. എന്നിട്ട് ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 18ാം ബർത്ത്ഡേ. ഒരു കുഞ്ഞ് ജനിച്ചുടനെ 18 വയസ്സുമായി പിറക്കുന്നത് ഞാൻ ആദ്യമായി അറിയുകയാണ്. ഞാനിവിടെ ഉണ്ട്. അവൻ അവിടെ ചെയ്തിട്ടൊന്നും ശരിയാൻ പോണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. എന്താണിത്? അങ്ങനെയാണോ? അത്ഭുത ശിശുവാണല്ലോ. വിവാഹം അല്ല, ശരിയാക്കിയിട്ട് പോയാൽ മതി. കുഞ്ഞോട്ട് തുടങ്ങും. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28ാം ബർത്ത്ഡേ. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഹലോ, 28ാം ബർത്ത്ഡേ? എന്താണിത്? നിങ്ങൾ 28 വയസ്സുള്ള കുഞ്ഞെന്നാ വിളിക്കുന്നത്? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28ാം ബർത്ത്ഡേ പാർട്ടി. സ്മാർട്ട് ബോയ്. അഫീഫ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ആക്ഷൻ. വീണ്ടും ആക്ഷൻ. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 8ാം ബർത്ത്ഡേ പാർട്ടി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 8ാം ബർത്ത്ഡേ പാർട്ടി. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28 ബർത്ത്ഡേ പാർട്ടി. വിവാഹ വാർഷികം, വിവാഹ നിശ്ചയം. എന്തോ ഈ പറയുന്നത്? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. വെള്ളമടി പാർട്ടി. വെള്ളമടി പാർട്ടി. വെള്ളമടിച്ച് എന്താ സംഭവിച്ചു? കണ്ണടച്ചു പോയ പാർട്ടി. വെള്ളമടിച്ച് കണ്ണടച്ചു പോയ പാർട്ടി. കഷ്ടം. കണ്ണുപോയ അതിന്റെ പാർട്ടി. അതുവരെ ഇവിടെ ആര് നടത്തും? കല്യാണരാമൻ നടത്തുവോ? ഇത്രയൊക്കെ നടത്തുകയാണെങ്കിൽ ആ പെണ്ണിന്റെ ചെക്കൻ്റെ കല്യാണമൊക്കെ റെഡി ആയി കൊടുക്കാത്ത എന്താ? തനിക്ക് വേണോ? ഞാൻ നടത്തരും. റെഡി ആണോ? അയ്യോ, വിട്ടോ. സാറ് പേടിച്ചു പോയോ? ഇതൊക്കെ എന്റെ വെറും ആക്ടിങ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? DRS നോളജ് സിറ്റി. ഇവരുടെ നോളജ് എല്ലാ കാര്യത്തിലുമുണ്ട്. പഠിത്തത്തിൽ മാത്രമല്ല, ഇവർ കലയിലും അവരുടെ ചുണയിലുമൊക്കെ ഒന്നാം തരം നിൽക്കുന്ന ആൾക്കാരാണ്. വളരെ നോളജുള്ളതാണ്. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് വിളിച്ചിട്ട് പാട്ട് പാടാൻ പറഞ്ഞു. അവർ നേരത്തെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആരടുത്തൊക്കെ പറഞ്ഞ് അവരൊക്കെയും പാട്ട് പാടുകയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഡാൻസ് കളിക്കാൻ ഞാൻ പറയാത്തതുകൊണ്ടാണ് ഡാൻസ് ചെയ്യാത്തത്. ഇനി ഒരുപാട് കഴിവുണ്ട്. അപ്പോൾ ഈ കോളേജിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകാൻ ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സ് തോന്നുന്നില്ല. കാരണം ഇനിയും ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ടൈമായിരിക്കണം എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും ഗുഡ് ബൈ.